മണ്ഡലം ചുറ്റും മഹിളകൾ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലാണ്. പടോളിയിലെ മുറുക്ക് നിർമ്മാണ യൂണിറ്റിൽ നിന്ന് അനുജ രാജേഷും സ്മിത ഹരിദാസും ചേരുന്നു. നമ്മളിപ്പോൾ പയ്യന്നൂർ മണ്ഡലത്തിലാണുള്ളത്. പയ്യന്നൂർ മണ്ഡലത്തിലെ പടോളിയിൽ ഒരു അരിമുറുക്ക് നിർമ്മാണ കേന്ദ്രമുണ്ട്. അരിമുറുക്ക് ഇങ്ങനെ ഒരുപാട് ഹോൾസെയിലായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പല സ്ഥലങ്ങളിലേക്കും, അതായത് GCC രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അല്ലേ അനുജ? അപ്പോൾ ഇവിടെ ഒരുപാട് പേരുണ്ട് പണികളിൽ, വ്യത്യസ്ത കാര്യങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ അവർ ജോലി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷെ ഇവർ ഒറ്റ ഇരുപ്പിലിരുന്നാണ് അല്ലേ, എത്രയോ മുറുക്കുകളാണ് ഒരേ സമയം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ളതാണ്. മുറുക്ക് നിർമ്മാണവും ഒരു കലയാണെന്ന് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത് കലാപരമായിട്ടാണ് അത് ചെയ്ത് ഇങ്ങനെ പോകുന്നതെന്ന് അറിയാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ വിഷ്വൽസ് ഒക്കെ പ്രേക്ഷകർക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചേച്ചി, ഈ മുറുക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ അല്ലെ? പയ്യന്നൂർക്കാർക്ക് തീർച്ചയായിട്ടും അത് ഉണ്ടാവുന്ന അറിയാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും? പാർട്ടി അനുഭാവിയാണ്, പ്രവർത്തിക്കുന്നുണ്ട്. അതെയോ? അപ്പൊ ഈ പാർട്ടിയിൽ ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത്തവണത്തെ UDF സ്ഥാനാർത്ഥി തന്നെ ആ രീതിയിൽ, അപ്പൊ അതൊക്കെ നമ്മൾ വോട്ടർമാരെ സ്വാധീനിക്കും വോട്ട് ചെയ്യാൻ പോകുമ്പോ? എന്താണ് ആ പാർട്ടീനെ അങ്ങനെ ബാധിക്കും തോന്നുന്നില്ല. എന്താ വെച്ചാൽ മുന്നേ ഇല്ലതല്ലേ. പിന്നെ സോഷ്യലിസ്റ്റ് പറയുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. പ്രചാരണത്തിനൊക്കെ പോകാറുണ്ടോ? പരിപാടിയിലെല്ലാം പങ്കെടുക്കും പാർട്ടീൻ്റെ. അതിനൊക്കെ സമയം എപ്പോഴാണ്? വൈകുന്നേരം വിളിച്ചാൽ മാത്രം. ഇവിടെയാണ് ഇത് എണ്ണയിലേക്ക് ഇടുന്നത്. അവിടെ ഇവരത് ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് അത് എണ്ണയിൽ ഇടുന്നു. അതാണ് മുറുക്കായി മാറുന്നത്. അപ്പൊ ഈ ചേട്ടനോട് കൂടി ചോദിച്ചു, ചേട്ടൻ പയ്യന്നൂരുകാരൻ? ഞാൻ പയ്യന്നൂർ ഇവിടെ തന്നെ. എത്ര കാലമായി ഇവിടെ? പയ്യന്നൂര് ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ ഇതിന്റെ ഉടമയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് LDF അധികാരത്തിൽ വരണം, ജനങ്ങൾക്ക് ഗുണപ്രദമായ നിലയിലേക്കാണ് LDFന്റെ പ്രവർത്തനങ്ങൾ. UDF എന്ന് പറഞ്ഞാൽ അഴിമതി ആണ് മുഖ്യമായി നടക്കുന്നത്. അപ്പോൾ LDF ജയിക്കണം, പിണറായി വിജയൻ അധികാരത്തിൽ വരണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇവിടെ ഈ മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ TI പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായി നടക്കുന്നുണ്ട്. അപ്പോൾ MLA ജയിച്ചു വരണം എന്നാണ് നമ്മളൊരാഗ്രഹം. എന്താണ് ഇപ്പൊ ഇത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു? 20 വർഷം ഈ സ്ഥാപനത്തിൽ. ഇവിടെ തൊട്ടടുത്താണോ വീട്? തൊട്ടടുത്ത് ഒരു 10 കിലോമീറ്റർ. അപ്പൊ തെരഞ്ഞെടുപ്പിലെ സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ടോ ഇപ്പോഴത്തെ രാഷ്ട്രീയം? നമ്മൾ ഇടതുപക്ഷത്തിന്റെ ഇപ്രാവശ്യം അതുപോലെ തന്നെ സിറ്റിംഗ് MLA തന്നെ വോട്ട് ചെയ്യും. സിറ്റിംഗ് MLA തന്നെ ജയിക്കുകയും ചെയ്യും. സർക്കാരിനെ കുറിച്ചിട്ട് പിന്നെ പറയാനില്ലല്ലോ. എന്തായാലും 10 കൊല്ലം, ഇനി 15 കൊല്ലം. ഉറപ്പാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണവും? ഇവിടുത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, അപ്പൊ ഇത്തവണ എങ്ങനെയുണ്ട്? ഈ പ്രശ്നങ്ങളൊന്നും തെരഞ്ഞെടുപ്പില് വോട്ടേഴ്സിനെ സ്വാധീനിക്കോ? ഇല്ല. നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ വന്നിപ്പോ 10 വർഷമായില്ലേ. അപ്പൊ ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്? നന്നായിട്ട് പോകുന്നുണ്ടോ? അത് നല്ലൊരു കാര്യം ചെയ്തു തരുന്നുണ്ട്. വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് നല്ല കാര്യമാണ്. അപ്പൊ അതിൽ ഹാപ്പിയാണ്. പിന്നെ ഇനി എന്തെല്ലാം കാര്യങ്ങൾ വരണം? അതുപോലെ റോഡിന്റെ കാര്യമൊക്കെ ചിലർ പറയണൊക്കെ. ഇപ്പൊ നമ്മുടെ യാത്രകളൊക്കെ എങ്ങനെയുണ്ട്? റോഡൊക്കെ നല്ലതാണോ? വികസനം ഉണ്ടായിട്ടുണ്ടോ? റോഡിന് നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.